ചെയ്യാൻ. കാരണം ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നത്, സേവിങ്സ് എന്നത് ഒരാളുടെ നട്ടെല്ലാണ്. വലാ തുസ്സുഫഹ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് നിങ്ങളുടെ സമ്പത്താണ്. അത് വിഡ്ഢികളെ ഏൽപ്പിക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം വേണം ചെയ്യാൻ എന്നൊക്കെയാണ് ആ പറയുന്നതിൻ്റെ പൊരുൾ. ഏതായാലും സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട് സൈക്കോളജി ഓഫ് മണി പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് അധികമുണ്ടാകുന്നു എന്നതല്ല, മറിച്ച് ബീയിങ് റിച്ച്, നിങ്ങൾ ധനികനാവുക. റിച്ച്നെസ് എന്ന് പറയുന്നത് മറ്റൊന്നാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകന്റെ ഒരു വചനത്തിനോട് ചേർത്ത് വായിക്കേണ്ടത് ലൈസൽ ഗിന ബികത്രത്തിൽ അംവാൽ, കുറേ സമ്പത്ത് ഇങ്ങനെ കൂമ്പാരമാക്കി വെക്കലല്ല, വലക്കിന്നൽ ഗിന ഗിനൻ നഫ്സ്, സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു റിച്ച്നെസ്, എനിക്ക് ലഭിച്ചതിൽ അമിതമായ പ്രൗഡും സംതൃപ്തിയും നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ സമ്പന്നരാകും. വലിയ സമ്പന്നരൊക്കെ കണ്ടിട്ടില്ലേ, ഞങ്ങൾ ഇപ്പോഴും ആ ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അതിനു വേണ്ടി നിരന്തരമായി കഷ്ടപ്പെട്ട് എന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ റിച്ച്നെസ്സിനെ ഗുരുതരമായി ബാധിക്കുന്നു എന്നതാണ് മോർഗാൻ്റെ പങ്കുവയ്ക്കൽ. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ധനികനാണ് എന്ന മനോഭാവം തന്നെയാണ് നമ്മെ സമ്പന്നനാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഐശ്വര്യത്തോടു കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം പടച്ചവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ.